ഒരു മരത്തിൽ അതിന്റെ കൊക്ക് മാത്രം ഉപയോഗിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കാം. വുഡ്പെക്കർ പ്രകൃതിയുടെ നിർമ്മാതാവിനെ കണ്ടുമുട്ടുക. മരം ഒരു കഠിനമായ വസ്തുവാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മരത്തിന് നേരെ കോടാലി വീശിയിട്ടുണ്ടെങ്കിൽ മരം മുറിക്കാൻ വളരെയധികം ശക്തി ആവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു മരംകൊത്തിയെ പോലെ ഒരു കൊക്ക് ഒരു മരത്തെ ഒരു ദിവസം 10,000 തവണ ചുറ്റിക്കറങ്ങുന്നത് ഇപ്പോൾ സങ്കല്പിക്കുക. ശക്തി ഒരു മരത്തിന്റെ ഫുട് പ്രിന്റ് പോലെയാണ്. ഊർജ്ജ ശക്തിയുടെ പെട്ടെന്നുള്ള ഇടിവ് എങ്കിൽ എന്തുകൊണ്ട് മരംകൊത്തികൾക്ക് മസ്തിഷ്കാഘാതം വരരുത്? വുഡ് പെക്കറുകൾ തലയാട്ടുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണ്. അവർക്ക് സ്പോഞ്ചി തലയോട്ടി അസ്ഥികൾ, കട്ടിയുള്ള കഴുത്തു പേശികളും പ്രത്യേകത കൺപോളകളും ഉണ്ട്. അത് ആഘാതത്തിന് തൊട്ടു മുമ്പ് അടയുന്നു. പക്ഷേ അവയെ അദ്വിതീയമാക്കുന്നത് അവരുടെ നാവാണ്. അവയുടെ കൊക്കുകളേക്കാൾ 3 ഇരട്ടി നീളമുള്ള നാവുകൾ അവയുടെ വായുടെ പുറകിൽ നിന്ന് തലയോട്ടിക്ക് ചുറ്റും പോയി കണ്ണുകൾക്കിടയിൽ അവസാനിക്കുന്നു. ഇത് ഒരു സീറ്റ് ബെൽറ്റ് പോലെ പ്രവർത്തിക്കുകയും ചില ഷോക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യാം. അവരുടെ തല മന്ദഗതിയിലായിരിക്കും.